രേവതിക്കുട്ടിയോട് അലീന പറയുന്നുണ്ട്, നാളെ അവർക്ക് പ്രിയപ്പെട്ട മറ്റൊരാൾ വന്നാൽ നിന്നോടുള്ള ഇഷ്ടമൊക്കെ കുറയും മോളെ. അങ്ങനെ ആര് വരാനാ എന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും വന്നാലോ എന്ന് ചോദിക്കാണ് അലീന. ഇപ്പോൾ നീ തന്നെ വന്നില്ലേ, നീ വരുമെന്ന് അവർ വിചാരിച്ചതാണോ? നീ വിചാരിച്ചതാണോ നീ ഇങ്ങോട്ടേക്ക് വരുമെന്നും ഇത്രയും നല്ല രീതിയിൽ ജീവിക്കുമെന്നും? ഇല്ലല്ലോ. അതുപോലെ നീ വന്നതുപോലെ മറ്റൊരാൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ കാര്യം എന്തായിരിക്കും? അതുകൊണ്ട് എപ്പോഴും ഒരു വാതിൽ തുറന്നിട്ടേക്കണം, എപ്പോഴും ആ വാതിൽ ഓപ്പൺ ആയിരിക്കണം. കാരണം ഏതെങ്കിലും ഒരു നിമിഷം ഇവിടെ നിനക്ക് നിൽക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ആ ഒരു വാതിൽ എപ്പോഴും തുറന്നിട്ടേക്കണം എന്ന് പറയാണ് അലീന. അത് കേട്ടിട്ട് രേവതിക്കുട്ടിക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ചേച്ചി, ഇത്രയും നാളും ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞേ ഉള്ളൂ മോളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മറ്റുള്ളവരുടെ വാക്കും പ്രവൃത്തിയും കണ്ടിട്ടാണ് നമ്മൾ അവരെ മനസ്സിലാക്കുന്നത്, അല്ലാതെ അവരെ നമുക്കറിയില്ലല്ലോ. പക്ഷേ നമുക്ക് നമ്മളെ അറിയാലോ, നമ്മൾ എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു മുൻകരുതൽ എടുത്ത് വേണം ജീവിക്കാൻ എന്ന് പറയാണ് അലീന. അപ്പോൾ രേവതിക്കുട്ടി ആകെ വിഷമിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ മൺചേട്ടനെയും ചേച്ചിയും കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി എന്നിങ്ങനെ പറയണേ. അപ്പോൾ അലീന വന്നിട്ട് പറയുന്നുണ്ട്, മോളെ, യുദ്ധവും സമാധാനവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവലുണ്ട്, പണ്ട് ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചതാണ്, 3-4 വർഷമായി. അതിലൊരു കഥാപാത്രമുണ്ട് സോണിയ. റോസറ്റെ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട പെൺകുട്ടിയാണ് സോണിയ. അവൾ അവിടെയുള്ള നിക്കോള എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാകുന്നു. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കാൻ തുടങ്ങി. പക്ഷേ വിവാഹപ്രായമായപ്പോൾ ബന്ധുക്കളെല്ലാവരും കൂടിയിട്ട് നിക്കോളയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിച്ചു എന്ന് പറയണം. അപ്പോൾ കഷ്ടമായി പോയല്ലോ എന്ന് രേവതി പറയുമ്പോൾ, അങ്ങനെയാണ് മോളെ ജീവിതം. നമ്മൾ എത്രയധികം സ്നേഹിക്കപ്പെട്ടാലും ശരി, നമ്മളൊരാളെ ഒരുപാട് സ്നേഹിച്ചാലും ശരി, വേണ്ടി വന്ന നമ്മളെ തള്ളിക്കളയാനുള്ള ഒരു കാരണം ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും എന്ന് അലീന പറയുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അങ്ങനെ നോക്കിയാൽ ഞാൻ ഇവിടുത്തെ വേലക്കാരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേ മോളെ, നമ്മൾ ആ സ്ഥാനത്ത് തന്നെയാണ്. നമ്മുടെ ഇരിപ്പിടം വേലക്കാരിയുടെ ഇരിപ്പിടമാണ്. അതിൻ്റെ മുകളിൽ എന്ത് കിട്ടിയാലും അത് ബോണസാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ആ ഇരിപ്പിടമുണ്ട് എന്നുള്ള ബോധം, ആ ഇരിപ്പിടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായാൽ മതി എന്ന് പറയാണ്. അവരുടെ സ്നേഹമൊക്കെ നല്ലതാണ്, പക്ഷേ എപ്പോഴും അതിന് ഒപ്പം നിൽക്കുമ്പോഴും നമ്മളെപ്പോഴും വേലക്കാരിയാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് വിഷമിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് ചേച്ചി പറയുന്നത് എന്ന് അലീന പറയാണ് രേവതിയോട്. എല്ലാം കേട്ടിട്ട് രേവതിക്കുട്ടി എല്ലാം മനസ്സിലായതുപോലെ തലയാട്ടുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്ന് വെച്ച് ഇപ്പോൾ ഉള്ള സന്തോഷമൊന്നും നീ സന്തോഷിക്കാതിരിക്കേണ്ട, ഇപ്പോൾ കിട്ടുന്ന സന്തോഷമൊക്കെ മാക്സിമം ആസ്വദിച്ചോ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം അലീനയും രേവതിക്കുട്ടിയും കൂടെ ഇങ്ങനെ തോട്ടത്തിലേക്ക് ഇറങ്ങിയേക്കാണ്. അലീന അങ്ങനെ ഓരോ ഫ്രൂട്ട്സൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയാണെങ്കിൽ കറിവേപ്പിലയും വാഴയിലൊക്കെ അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലീന ചേച്ചി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇവിടെ ഉണ്ട് മോളെ എന്ന് അലീന വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു ശബ്ദം കേൾക്കണം. അപ്പോൾ നോക്കുമ്പോൾ ഒരാൾ വാക്കത്തി എടുത്തുകൊണ്ട് വാഴക്കൊല വെട്ടിക്കൊണ്ട് നിൽക്കുന്നത് കാണുകയാണ്. അത് കണ്ടിട്ട് അലീന പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ഒറ്റ ചിരിച്ചിരിക്കുകയാണ്. ചിരിച്ചിട്ട് രേവതിക്കുട്ടിയെന്ന് വിളിക്കുന്നുണ്ട് അലീന. അപ്പോഴേക്ക് അയാൾ അവിടെ ആ വാഴക്കൊല അവിടെ ഇട്ടുകൊണ്ട് ഓടിപ്പോവാണ്. എന്താ ചേച്ചി എന്താന്ന് ചോദിച്ചുകൊണ്ട് രേവതിക്കുട്ടി വരുമ്പോൾ, ദേ നോക്കിയേ, ഇതാരെ ഇവിടെ കൊണ്ടുവന്നിട്ടേ ചോദിക്കുമ്പോൾ, ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരാൾ ഈ വാഴക്കൊലയും വെട്ടിക്കൊണ്ട് നിൽക്കായിരുന്നു എന്ന് പറയണേ. ഇവിടെ ഒരുപാട് കള്ളന്മാരുണ്ട് ചേച്ചി, ഇവിടെ വീണ് കിടക്കുന്ന തേങ്ങയും മാങ്ങയും എല്ലാ സാധനങ്ങളും ഓരോരുത്തരും എടുത്തുകൊണ്ട് പോകും, വാഴക്കൊലയൊക്കെ വെട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഇതൊന്നും ആരും നോക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, ജോസൂട്ടിയുടെ കണ്ണ് വെട്ടിച്ചിട്ടാണ് എല്ലാവരും എടുത്തുകൊണ്ട് പോണത് എന്ന് പറയാണ് രേവതിക്കുട്ടി. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് ചേച്ചി, ഇതൊക്കെ ആൻറ്റിയുടെ അങ്കിളിൻ്റെയാണ്. അപ്പോൾ അലീന പറയുന്നത്, നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണല്ലേ എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ കള്ളം കൊണ്ടുപോകണ്ട, നമുക്കിത് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആ വാഴക്കൊല എടുത്തുകൊണ്ട് അവർ നടന്നു പോവാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒറ്റയ്ക്കൊന്നും ഇങ്ങോട്ടേക്ക് വരരുത്. ആ കള്ളന്മാർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. തനിച്ച് ഇങ്ങോട്ടേക്കൊന്നും വരരുത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാൻ വരാറില്ല. ഇതിപ്പോൾ ചേച്ചി ഉള്ളതുകൊണ്ടാണ് ആൻറ്റി എന്നെ ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിച്ചത്. ഞാനും ആൻറ്റിയും അല്ലെങ്കിൽ മാംസാനും ജോസൂട്ടി ചേട്ടനും കൂടിയാണ് ഇങ്ങോട്ടേക്ക് വരാറൊക്കെ ഉള്ളത് എന്ന് പറയണം. മോളെ, ഞാൻ ഒന്നുകൂടി പറയാണ്, എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനാന്ന് പറയുമ്പോൾ, ഒന്നുമില്ല ചേച്ചി, ഞാൻ വരാറൊന്നുമില്ല, ആൻറ്റി എന്നെ ഇങ്ങോട്ടേക്ക് വിടാറേ ഇല്ല, അലീന ചേച്ചി ഉള്ളതുകൊണ്ടാണ് വിട്ടത്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയണേ, കറിവേപ്പില പറിക്കാനാണെങ്കിൽ പോലും മോൾ ഇങ്ങോട്ടേക്കൊന്നും തനിച്ച് വരരുത് കേട്ടോ എന്ന് പറയണ അലീന.
എന്നിട്ട് അലീന പറയുന്നുണ്ട്, മോളെ വേഗം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേഗം ഇറങ്ങാം, നമുക്ക് കൊല്ലത്ത് പോയി ചിന്നമോളെ കാണാൻ പോകേണ്ടതല്ലേ എന്ന് പറയണം. എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് വന്നിട്ട് വേണ്ടേ എനിക്ക് കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോകാൻ എന്ന് പറയുമ്പോൾ, ഇനി അധികം പണിയൊന്നുമില്ലല്ലോ, ചേച്ചി കൂടി കയറിയതുകൊണ്ട് എല്ലാം റെഡി ആയില്ലേ, എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇനി അങ്കിളും ആൻറ്റിയും ഒക്കെ വന്നേ നമുക്ക് കഴിക്കേണ്ട താമസമേ ഉള്ളൂ. എന്നിട്ട് വിഭവങ്ങൾ ഓരോ പേരുകൾ രേവതിക്കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കടല താളിക്കാനുള്ളൂ, അതുപോലെ കറികൾ ഉണ്ടാക്കി വെച്ചതും മട്ടൻ ഉണ്ടാക്കിയതും ഒക്കെ പറയുന്നുണ്ട്. ചേച്ചിയുടെ പ്രിയപ്പെട്ട ദോശ ഉണ്ടാക്കിയതും ഒക്കെ പറയണം. ചേച്ചി കൂടി കയറിയതുകൊണ്ട് എല്ലാ പണിയും എളുപ്പം കഴിഞ്ഞു എന്ന് ആൻറ്റിയും അങ്കിളും ഒന്ന് ഞെട്ടും. ചേച്ചിയല്ലേ ചീഫ് ഷെഫ് എന്ന് പറയുമ്പോൾ ഒന്ന് പോടിയായിരുന്നു, ഞാൻ ഓരോന്ന് പറഞ്ഞ് നിൻ്റെ കൂടെ കൂടിയിട്ടല്ലേ ഉള്ളൂ, നീ തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കിയത് എന്ന് പറയണം. അതിനുശേഷം രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ടേബിളിൽ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ രവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി കൈ കഴുകിയിട്ട് ഇരിക്കുക, ഞാൻ അവരെ വിളിച്ചിട്ട് വരാം, അങ്കിളിനെ ആൻറ്റിയും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ അലീന ഒരു സാധനങ്ങൾ വീണ്ടും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ രവതിക്കുട്ടിയാണെങ്കിൽ ഇവരെ വലിച്ചു കൊണ്ടുവരികയാണ്. എങ്ങോട്ടും ഇത്ര ധൃതിയിൽ നിന്ന് മാമച്ചാൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ കൈ വിട്ടിട്ട് എൻ്റെ കൈ വേദനിക്കുന്നു എന്ന് ഗ്രേസ്മ പറയുമ്പോൾ, ഓ പിന്നെ അതൊക്കെ മാറിയെന്ന് എനിക്കറിയാം, വെറുതെ അഭിനയിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും അവിടെ പിടിച്ചിരുത്തുകയാണ്. നിനക്ക് എന്താ ഇന്ന് ഇത്രക്ക് ധൃതി എന്ന് ചോദിക്കുകയാണ് മാമച്ചാനും ഗ്രേസും വിട്ടു. അപ്പോൾ പറയുന്നുണ്ട്, അതെ അലീന ചേച്ചി ഇന്നേ കൊല്ലത്ത് പോവാണ് ചിന്നുമോളെ കാണാൻ. അലീന പോണതിന് നിനക്കെന്താ ഇത്ര ധൃതി, അലീനയല്ലേ പോണത് ചിന്നുമോളെ കാണാൻ എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ, അതെ അത് പിന്നെ അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ നിന്ന് പരുങ്ങാട്ടോ. നീ എന്താടി നിന്ന് പരുങ്ങുന്നേ, അത് പിന്നെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കണം. എന്നിട്ട് അലീന ചേച്ചി അവിടെ പോയിരുന്നേ, അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി അവിടെ പോയിരുന്നേ ഞാൻ വിളമ്പിക്കോളാം എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി ഫുഡ് വിളമ്പി കൊടുത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അതെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാനും ചേച്ചിയും ഞങ്ങളുടെ കൂടെയായിരുന്നല്ലോ സ്നേഹനികേതനത്തിൽ ചിന്നുമോൾ ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, നീ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാൻ എന്തിരിക്കുന്നു. അതെ ചേച്ചി പോകുമ്പോൾ എന്നാൽ ഞാനും കൂടെ ചിന്നുമോളെ കാണാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ, ഇവരെന്താ പറയാന്നുള്ളതിന്. കേട്ട ഉടനെ തന്നെ മാമച്ചയും പറയുന്നുണ്ട്, വേണ്ട പോവണ്ട എന്ന് പറയണം. അത് കേട്ടപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര വിഷമാവുകയാണ്. ഗ്രേസം ഒന്നും പറയുന്നില്ല. അങ്ങനെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് വിഷമമായിട്ടാണ് പറയുന്നത്, ചേച്ചി പോയിട്ട് വാ ചിന്നുമോളുടെ അടുത്ത്, ഞാൻ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പോയി കണ്ടോളാം, ചേച്ചി പോയിട്ട് വിശേഷങ്ങളൊക്കെ എന്നോട് പറഞ്ഞാൽ മതി, ചേച്ചി ഇവിടെ വന്നിട്ടല്ലേ പാലാക്ക് തിരിച്ചു പോകത്തുള്ളൂ, അപ്പോൾ എന്നോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കണം. അപ്പം മാമച്ചായൻ അലീനയോട് പറയുന്നുണ്ട്, അലീന പറ എന്താണ് വേണ്ടത്, ഇവളെ പറഞ്ഞയക്കണോ വേണ്ടോ, അലീന പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതം എന്ന് പറയാട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അതെ അലീന പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതമാണ്, അലീന പറ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അലീന ചേച്ചിക്ക് 100 വട്ടം സമ്മതം എന്ന് പറയുമ്പോൾ അതെങ്ങനെ നിനക്കറിയാമെന്ന് ചോദിക്കുകയാണേ ഗ്രേസമ്മ. അപ്പോൾ പറയുന്നത്, എനിക്കറിയാം, ഞാനല്ലേ അലീന ചേച്ചിയുടെ കൂടെ ഇത്രയും നാളുണ്ടായിരുന്നത് എന്ന് പറയണേ. ചുമ്മാ വാചകടിക്കാതെ ഇരുന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് വരാൻ നോക്കടി എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ, ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു എന്ന് പറയണേ. സൗകര്യം ഉണ്ടായില്ല എന്തേ എന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ. അങ്ങനെ ആ സമയത്ത് അലീന ജോസൂട്ടി നമ്മുടെ മാംചായനോട് പറയുന്നുണ്ട്, അങ്കിളെ ഇതേ ഞാനേ പറമ്പിലോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു കള്ളനെ കണ്ടു എന്ന് പറയണേ. അത് കേട്ടിട്ട് ഗ്രേസമ്മ ആകെ ഷോക്കാവുക കേട്ടോ. അയ്യോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേ അവിടെ ആ കള്ളൻ ഒരു വാഴക്കൊല വെട്ടിക്കൊണ്ട് കട്ടുകൊണ്ട് പോകാൻ നിൽക്കായിരുന്നു എന്ന് പറയണേ. എന്നിട്ട് എന്താ ഉണ്ടായെന്ന് ചോദിക്കണം. ഞാൻ രേവതിക്കുട്ടിയെ വിളിച്ചപ്പോഴേക്ക് ആ കള്ളൻ ആ വാഴക്കൊല അവിടെ ഇട്ടുകൊണ്ട് ഓടിപ്പോയി എന്ന് പറയണേ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, നിങ്ങളൊരു പട്ടാളക്കാരനായിട്ട് കള്ളന്മാർ കയറി ഇറങ്ങുന്നത് കണ്ടോ എന്ന് പറയുമ്പം തൻ്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട്, എന്നെ ശരിക്കും അവർക്ക് അറിയാഞ്ഞിട്ടാ എന്ന് മാമച്ചായൻ പറയട്ടോ. അപ്പോൾ അലീനയ്ക്ക് ചിരി വരുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ചുറ്റുമതിലൊക്കെ പൊളിഞ്ഞു കിടക്കുകയെങ്കിലെ അതുകൊണ്ടാണ്, അതൊക്കെ ഒന്ന് ശരിയാക്കിയാൽ എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയുന്നത്, ഞാൻ എത്ര നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതെന്നറിയോ. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, പണിക്കാരെ കിട്ടണ്ടേ അത് ശരിയാക്കാൻ എന്ന് പറയണം. എന്നിട്ട് ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഇനി ഈ വീടിൻ്റെ പടി പുറത്തിറങ്ങരുത് നീ എന്ന് പറയണം. അയ്യോ അപ്പോൾ കൊല്ലത്തിന് പോകണ്ടേ, കൊല്ലത്തിന് പോകണ കാര്യമില്ല, അത് പൊക്കോ, വീട്ടിന് പുറത്തേക്ക് ഇറങ്ങരുത്, ഇങ്ങനെ കള്ളന്മാരെ ശല്യം ഉള്ളതുകൊണ്ട് പറയണം. അപ്പം ഗ്രേസമ്മയ്ക്ക് അലീനയോടുള്ള രേവതിക്കുട്ടിയോടുള്ള ആ കെയറും സ്നേഹം മാമച്ചാൻ്റെ അവരുടെ സ്നേഹമൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൂർ നമ്മുടെ വൈജയുടെ വീടാണ്. അവിടെ ഒരു യുദ്ധക്കളം പോലെ കേട്ടോ കിച്ചണൊക്കെ ആക്കി വെച്ചേക്കുന്നത് വൈജയാണെങ്കിൽ ഇങ്ങനെ കറിക്ക് ഓരോന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിന് ആ കലങ്കോലെ കിടക്കുക കേട്ടോ. കൃഷ്ണമോളാണെങ്കിൽ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോളെ ഒന്ന് നന്നായി കനം കുറച്ച് പരത്തണേ എന്ന് കൃഷ്ണയോട് വൈജ് പറയുമ്പോൾ, എൻ്റെ അമ്മ ഇത് പരത്താൻ പറ്റുന്നില്ല, ഈ മാവ് നല്ലതല്ല, ഇത് ഒട്ടിപ്പിടിക്കുക എന്ന് പറയണം. എൻ്റെ കുഞ്ഞ് അതിനാദ്യം ഇത്തിരി പൊടി അതിൽ ഇട്ട് കൊടുക്കണം, മാവിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വൈജ് വന്നിട്ട് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ, അമ്മ ഈ മാവ് കുഴച്ചത് ശരിയാവാഞ്ഞിട്ടാണ്, ഇതിൽ വെള്ളം കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇത് ഒട്ടിപ്പിടിക്കുന്നത് എന്ന് പറഞ്ഞ് വൈജയെ വഴക്ക് പറയാം കേട്ടോ.
ആ സമയത്ത് വൈജ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ എല്ലാ കബോർഡും തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെയുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആ പെണ്ണ് എവിടെയാണ് അവ കൊണ്ടുപോയി വെച്ചേക്കുന്നതെന്ന് പറയുമ്പോൾ, ഓ പിന്നെ സ്വർണ്ണപ്പൊടിയല്ലേ അമ്മ, ഈ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് സമാധാനമായിട്ട് നോക്കുക അപ്പോൾ കിട്ടും എന്ന് പറയാണ്. അങ്ങനെ വൈജയന്തി ഒരു കബോർഡ് തുറക്കുമ്പോൾ അതിനകത്ത് നിന്ന് എല്ലാം കിട്ടുകയാണ്. ആ സമയത്ത് ബബിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതുവരെ ഒന്നും റെഡി ആയില്ലേ അമ്മ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരികയാണ്. ദേ നിനക്ക് വേണ്ടി 2 വേലക്കാരികൾ ഇവിടെ നിന്ന് കഷ്ടപ്പെടുകയാണ്, അത് നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മ എന്താ ഈ പറയുന്നത്, എനിക്ക് കോളേജിൽ പോകാനുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ് ബബിത. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അലീന ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. 8 മണിയാകുമ്പോഴേക്ക് ടിഫിൻ ബോക്സും റെഡി ആയിട്ടുണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റും എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ടാവും, കഴിച്ചു പോയാൽ മാത്രം മതിയായിരുന്നു. ഇപ്പം കണ്ടോ ഒന്നും സെറ്റ് ആവുന്നില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അവളെ പറഞ്ഞയക്കുണ്ടായിരുന്നു അല്ലമ്മേ, ലീവും കൊടുത്തു എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, വൈജ ഇങ്ങനെ നോക്കുകയാണ്. അതിനെ അലീന ചേച്ചി എന്താണെങ്കിലും പോകുമായിരുന്നു, അലീന ചേച്ചിക്ക് ലീവ് ഉണ്ടായിരുന്നല്ലോ. അമ്മ കുറേ 18 അടവും പയറ്റിയതാണ് അലീന ചേച്ചിയെ പറഞ്ഞയക്കാതിരിക്കാനായിട്ട്, പക്ഷേ ഒന്നും നടന്നില്ല എന്ന് കൃഷ്ണ കളിയാക്കുമ്പോൾ, അതെ ഞാനൊന്ന് മനസ്സ് വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ, ഞാനൊന്ന് ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഈ വീടിൻ്റെ പടി ഇറങ്ങത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ചുമ്മാ തള്ളല്ലേ അമ്മ, അലീന ചേച്ചി എന്തായാലും പോകുമായിരുന്നു, ലീവ് തന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ പിരിച്ചു വിട്ടേക്ക് എന്നല്ലേ ചേച്ചി പറഞ്ഞത് എന്ന് പറയുമ്പോൾ വൈജയുടെ വായ അടഞ്ഞു പോവാണ്. ആ സമയത്ത് ബബിത ചോദിക്കുന്നുണ്ട്, എന്നാൽ ആ 2 ദിവസത്തേക്ക് കുഞ്ഞുമോളെ വിളിക്കാൻ പാടില്ലായിരുന്നു അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, കുഞ്ഞുമോൾ ചേച്ചിയോ നല്ല കാര്യമായി, കുഞ്ഞുമോൾ ചേച്ചി വരുമൊന്നുമില്ല, ഇവിടെ നിന്ന് പോയ ആരും പിന്നെ രണ്ടാമതൊരിക്കൽ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു വരത്തില്ല, അത്രയും അമ്മ എല്ലാവരെയും വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നിനക്ക് മര്യാദക്ക് ആ ചപ്പാത്തി പരത്താൻ പറ്റൂടി എന്ന് ചോദിക്കുമ്പോൾ, എന്നെക്കൊണ്ട് പറ്റത്തില്ല അമ്മ തന്നെ പരത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ ഇടുകയാണ്. അപ്പോൾ ബബിതയോട് വൈജ ചോദിക്കുന്നുണ്ട്, നിനക്കറിയാലോ ചപ്പാത്തി പരത്താൻ, നീ അതൊന്ന് പരത്തി തന്നേടി എന്ന് പറയുമ്പോൾ, എനിക്കൊന്നും വയ്യ, എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബബിത അവിടുന്ന് പോകുമ്പോൾ, നീ ഇങ്ങോട്ടേക്ക് വാ തിന്നാനായിട്ട്, ഞാൻ വായിൽ വെച്ച് ഉരുട്ടിത്തരാമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് വൈജ. നിന്നോട് മര്യാദക്ക് പരത്താൻ പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് മര്യാദക്ക് പരത്തിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണയുടെ അടുത്തേക്ക് വരികയാണ് വൈജ. എന്നെക്കൊണ്ടൊന്നും വയ്യ, അമ്മ തന്നെ പരത്തിക്കോ, അമ്മ പരത്തിയാലും ഇത് ശരിയാവാൻ പോണില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ അവിടെ നിന്ന് പോകണം. അപ്പോൾ കൃഷ്ണ പോണ മുന്നേ പറയുന്നുണ്ട്, അലീന ചേച്ചി ഒറ്റയ്ക്ക് ചെയ്തിരുന്ന ജോലിയാണ് ഇത് എല്ലാം കൂടെ, അമ്മയ്ക്ക് 100 കുറ്റമായിരുന്നില്ല അലീന ചേച്ചി ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ, അത് അലീന ഇവിടുത്തെ ജോലിക്കാരിയായിരുന്നില്ലേ, അടുക്കളക്കാരി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു, ഞാൻ ബാങ്കിലെ ഹൗസിംഗ് ലോൺ സെക്ഷനിലെ മാനേജർ, അത് പറയണ്ട, അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, എന്നാലും അമ്മയുടെ വീട്ടിലെ ജോലിയല്ല, അമ്മയ്ക്ക് 2 കൈയുണ്ടല്ലോ, അമ്മയ്ക്ക് ചെയ്യാലോ, ഇത്രയും നേരമായിട്ടും ചെടിക്ക് വെള്ളമൊഴിച്ചില്ല, മുറ്റടിച്ചില്ല, പാത്രം കഴുകിയില്ല, മുത്തശ്ശിയുടെ റൂമിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയ പോലുമില്ല, മുത്തശ്ശി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നോക്കിയില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് ചെന്ന് നോക്കാമല്ലോ, എനിക്കിവിടെ 100 കൂട്ടം പണിയില്ലെന്ന് ചോദിക്കുമ്പോൾ, ഈ എല്ലാ ജോലികളും ചേച്ചി തന്നെയല്ലേ ചെയ്തിരുന്നതെന്ന് പറയുമ്പോൾ, ചേച്ചി അവളുടെ ജോലിയല്ല അതെന്ന് പറയണത്, ചേച്ചിയുടെ ജോലിയൊന്നുമല്ല, ചേച്ചി ഹോം നേഴ്സല്ലേ, ഹോം നേഴ്സിൻ്റെ ജോലിയൊന്നുമല്ല. ഹോം നേഴ്സോ എന്ന് പറയുമ്പോൾ, അതെ ഹോം നേഴ്സല്ലേ, ചേച്ചി തന്നെയല്ലേ അമ്മയോട് പറഞ്ഞ ഹോം നേഴ്സിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതൊന്നും വീട്ടിൽ ജോലി എൻ്റെ ഇതിൽ പെട്ടതല്ല, എന്നാലും ഞാൻ ചെയ്യുന്നത് എൻ്റെ കൺസേൺ കൊണ്ടാണെന്ന് ചേച്ചി പറഞ്ഞില്ലേ, എന്നിട്ട് അമ്മ അതൊക്കെ കേട്ട് മിണ്ടാതിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ ഇവിടെ നിന്ന് പോയി തരാമോ, എനിക്ക് ഞാൻ തന്നെ ചെയ്തോളൂ, അമ്മ തന്നെ ചെയ്തോ, എനിക്ക് എങ്ങാനും വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയും പോവാണ്. ഒരെണ്ണത്തിനെ സഹായിക്കാൻ കിട്ടത്തില്ല, സഹായിക്കാൻ വിളിച്ചാൽ മനുഷ്യനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് വൈജ ചപ്പാത്തി പരത്താൻ നോക്കുമ്പോൾ അത് ശരിയാവുന്നില്ല കേട്ടോ, അത് അവിടെ എടുത്ത് ഒരു എയർ കൊടുക്കണം. ആ സമയത്ത് കിച്ചണിൻ്റെ അടുത്തേക്ക്, അതായത് സ്റ്റൗവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ചപ്പാത്തി കരിഞ്ഞിട്ടുണ്ടാവും. ഭയങ്കര ടെൻഷനായും കൊണ്ടാണ് ഓരോ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈ പൊള്ളുകയാണ്. എന്നിട്ട് വളരെ ദേഷ്യം വരികയാണ്. അവൾ ഇങ്ങോട്ട് വരട്ടെ, അവൾക്ക് ഞാൻ ശരിയാക്കി കൊടുക്കാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വൈജ. പിന്നീട് കാണിക്കുന്നത് അലീന റെഡിയായി വന്നിട്ട്, മോളെ നീ റെഡിയായില്ല, വേഗം വാ, സമയം പോകുന്നു, കൊല്ലത്ത് എത്താനുള്ളതാണ് എന്ന് പറയുമ്പോൾ, ചേച്ചി ഞാൻ ദേ വന്നു, കൊല്ലത്ത് എത്തിയിട്ട് വീണ്ടും പോകേണ്ട ത്യാഗഭവനിലോട്ട് എന്ന് പറയണം. പോകണം, ഇനി അവിടെ പോയി വന്നിട്ട് എനിക്ക് പാലാക്കി ഇന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റുമോ ആവോ എന്ന് പറയാണ് അലീന. അപ്പോൾ പറയുന്നുണ്ട്, രേവതിക്കുട്ടി പറയുന്നുണ്ട്, കൊല്ലത്തുനിന്ന് പോകുമ്പോൾ നമുക്ക് ചിന്നമ്മക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കേണ്ട ചേച്ചി, അത് കൊല്ലത്ത് എത്തിയിട്ട് വാങ്ങിക്കാം, ഞാൻ ബാഗ് എടുത്തിട്ടുണ്ടല്ലോ, ഈ ബാഗ് മതി. അപ്പോൾ ഞാൻ ബാഗ് എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ, വേണ്ട മോളെ എന്ന് പറയണേ. അതെ ആൻറ്റിയും അങ്കിളും കൂടെ നമ്മുടെ കൂടെ വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ ചേച്ചി എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, അവരൊന്നും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അല്ല ഞാൻ വേണമെങ്കിൽ ചോദിക്കും, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊച്ചല്ലേ എന്ന് ചോദിക്കാം. ഒരു കൊച്ചു വന്നേക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുക കേട്ടോ അലീന. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചോദിക്കുമ്പോൾ ആദ്യം കുറച്ച് വഴക്ക് പറയെങ്കിലും പിന്നെ എനിക്കത് സാധിപ്പിച്ച് തരും എന്ന് പറയുമ്പോൾ, അത് അവരുടെ നല്ല മനസ്സുകൊണ്ടല്ലേ മോളെ, അവരുടെ സ്നേഹം കൊണ്ടല്ലേ, നമ്മളത് മുതലെടുക്കാൻ പാടില്ല, നമുക്ക് വേഗം പോവാം, പോയിട്ട് വരാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ.